തിയേറ്ററിൽ ഇറങ്ങിയപ്പോഴേ ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ OTT വന്നപ്പോൾ റീൽസ് ആയി, റിവ്യൂസ് ആയി, ട്രോൾസ് ആയി. എന്തായാലും കൊള്ളാം. എന്തിനെ കുറിച്ച് പറയുന്നേ? സ്പാ എബ്രിഡ്ഷേന്റെ അടിപൊളി. 2 മണിക്കൂറുള്ള പടത്തിൽ 1.5 മണിക്കൂർ ഒരേ സീന്, ഒരേ ഡയലോഗ്, ഒരേ സാധനങ്ങൾ. എങ്ങനെയാ പടം കണ്ടു തീർത്തെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. വല്ലാത്തൊരു പരീക്ഷണമായിട്ട്. ഈ പടം കണ്ടു തീർക്കാൻ വേണ്ടി എന്തോരം ബുദ്ധിമുട്ടിയെന്നറിയാവോ? എനിക്ക് തോന്നുന്നത് എബ്രിഡ്ഷൈന് ശരിക്കും ഈ സിനിമ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നല്ലൊരു എഡിറ്ററെ കിട്ടിയില്ല എന്ന്. ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇതിൽ സൂപ്പർ നല്ല വെടിപ്പായിട്ട് എഡിറ്റ് ചെയ്ത് വെക്കും. അത് പിന്നെ പരീക്ഷണ പടമല്ലേ, അതിൻ്റെതായ ഒരു ലാഗ് ഉണ്ട്. എന്നാലും അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തീമല്ലേ. ഒരു സ്പൈയിലേക്ക് വരുന്ന പലതരത്തിലുള്ള ആൾക്കാർ അവരുടെ ഒരു സ്വഭാവമൊക്കെ വിശദമായിട്ട് കാണിക്കാനായിട്ടായിരിക്കും ഇങ്ങനെ റിപ്പീറ്റഡ് സീൻസ് ഒക്കെ കാണിക്കുന്നത്. എന്നാലും അതൊരു രസമുള്ള സിനിമയാണ്. അതായത് ഒരു 1 ഡേ ഫിലിം. അങ്ങനത്തെ പടങ്ങൾ ഇപ്പോൾ കുറേ കാലമായിട്ട് ഇറങ്ങാറില്ല. അതിൻ്റെ ഒരു വൈബ് ഉണ്ട് അല്ലേ. ശരിക്കും ഒരു സ്പാല് ചെല്ലുന്ന പോലത്തെ ഒരു ഫീല് കിട്ടുന്ന ഫിലിമല്ല. അതിൻ്റെ ഒരു സിനിമാറ്റോഗ്രാഫിയൊക്കെ ആ രീതിയിലുള്ളതല്ലേ. പിന്നെ അതിൽ വരുന്ന ഡിഫറെൻ്റ് സ്വഭാവമുള്ള ആൾക്കാർ, അവരുടെ പലതരത്തിലുള്ള ഫാൻറ്റസികൾ, അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ തന്നെ കാണാവുന്നതല്ലേ. അതിനൊക്കെ ഒരു സർക്കാസ്റ്റിക്കായിട്ട് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ശരിക്കും ഈ പടത്തിൻ്റെ തീമിലാണ് പ്രശ്നം. ഈ പടം കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിക്കുക, ശരിക്കും സ്പൈൽ ഇങ്ങനെയൊക്കെയാണോ നടക്കുന്നത്? സത്യത്തിൽ സ്പൈൽ എന്താ നടക്കുന്നതെന്ന് വലിയ ധാരണയൊന്നും ഇല്ലാത്തവരല്ലേ നമ്മളൊക്കെ. കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് നമ്മൾ ആ പരിസരത്തേക്ക് പോവാറുമില്ല. ശരിക്കും ഇങ്ങനെയാണോ നടക്കുന്നതെന്ന് നമുക്കൊക്കെ സംശയം തോന്നിപ്പോവും. അതിപ്പോൾ എല്ലാ സ്പാകളെയും കുറിച്ചൊന്നും അല്ലല്ലോ പറയുന്നത്. ചില സ്പാകളിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ. എബ്രിഡ്ഷേൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണല്ലോ. ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജുവിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാവുമ്പോൾ പലതരത്തിലുള്ള ഇൻസിഡൻസ് നടക്കുന്നു. സ്പായിലാവുമ്പോൾ ഒരേ തരത്തിലുള്ള ഇൻസിഡൻ്റ് ആണല്ലോ നടക്കുന്നത്. സ്വഭാവങ്ങളിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ടെന്നല്ലാതെ വേറെ എന്ത് പ്രശ്നമുള്ളത്? ശരിക്കും ഇത് എബ്രിഡ്ഷൈൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഒരു സംവിധായകനൊക്കെ ആകുമ്പോൾ കുറച്ച് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ ആവാം. ശരിക്കും നമ്മുടെ സമൂഹത്തിലെ മനുഷ്യന്മാരോടൊക്കെ കുറച്ച് കരുണയും കനിവൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. എങ്ങനെ കരുണ കാണിക്കണമെന്ന് പറയുന്നത്? ആക്ഷൻ ഹീറോ ബിജുവിൽ ഹീറോ തടിച്ച ശരീരമുള്ള സ്ത്രീയോട് പറയുന്ന ഡയലോഗില്ലേ, അത് എത്ര കാലം കഴിഞ്ഞാലും ഇങ്ങനെ ദഹിക്കാതെ കിടക്കും. പിന്നെ എത്ര പടം കഴിഞ്ഞു ഇപ്പം അതേ സ്പായിലെത്തിയിരിക്കുന്നു, ഒരു വ്യത്യാസമില്ല. ഇതിലിപ്പോൾ എങ്ങനെ പൊളിറ്റിക്കലി കറക്റ്റ് ആക്കണം എന്നാ പറയുന്നത്? പുള്ളി സ്പാകളെ ജനറലൈസ് ചെയ്യുന്നൊന്നുമില്ലല്ലോ. പിന്നെ ഇതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ. പുള്ളി ജനറലൈസ് ചെയ്യുന്നില്ലായിരിക്കും, പക്ഷെ കാണുന്ന ആൾക്കാർ ജനറലൈസ് ചെയ്യുന്നുണ്ടല്ലോ. അതാ സംവിധായകന് കറക്റ്റ് ചെയ്യായിരുന്നു. നന്നായി നല്ല രീതിക്ക് കിടക്കുന്ന ഒരു സ്പായുടെ ഒരു സീനെങ്കിലും കാണിച്ചാൽ മതിയായിരുന്നു. ആ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്ന റിസപ്ഷൻ സീനുകളിൽ ഏതെങ്കിലും ഒരെണ്ണം കട്ട് ചെയ്യത്തില്ലായിരുന്നു. അതിനൊക്കെ സംവിധായകൻ വിചാരിക്കണം. അല്ലാതെ ലൈംഗിക ദാരിദ്ര്യമുള്ളവർ മാത്രം പോകുന്ന സ്ഥലമാണ് സ്പാ എന്നൊക്കെ പറഞ്ഞാൽ കഷ്ടമാണ്. നമ്മുടെ സംവിധായകൻ പോയത് ഒരു മോശം സ്പായിലാണെന്ന് വിചാരിക്കാം. അയാൾ അതിന്റെ കഥയെ പറഞ്ഞ അതിലൊക്കെ ഇത്ര ഓവർ തിങ്ക് ചെയ്യേണ്ട കാര്യം എന്താ? കെയർഫുള്ളി ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇത്. ഇങ്ങനെ ഒരു സബ്ജക്ട് എടുക്കുമ്പോൾ അത്ര കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് ഓൺലി എ ഫിലിം. മോഹിനിയാട്ടത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെയല്ലേ പറഞ്ഞ? ഇപ്പൊ എന്താ മാറുന്നത്? സ്പായിൽ ജോലി ചെയ്യുന്ന എന്തോരാളുകളുണ്ടാവും. അവരോടൊക്കെ ഉള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും ഇനി? പണ്ട് 22 ഫീമെയിൽ കോട്ടയം കണ്ടപ്പോൾ ബാംഗ്ലൂരിൽ പോകുന്ന പെണ്ണുങ്ങളെല്ലാം ചീത്തയാണെന്ന് പറഞ്ഞ പോലെ പിന്നെ എന്തായിരുന്നു ഇടുക്കി ഗോൾഡ് വന്നപ്പോൾ ഇടുക്കിയിലെ ആൾക്കാർ മുഴുവൻ കഞ്ചാവാന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതേപോലെ വരില്ലേ ഇതൊക്കെ? അവർക്കും ജീവിക്കേണ്ടതല്ലേ. പിന്നെ പടം പൊട്ടിപ്പോയോണ്ട് കുഴപ്പമില്ല. വാട്ടവർ പടത്തിനൊരു ക്ലാസ്സും ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ട്. ശ്രുതി മേനോനെ എനിക്ക് പണ്ടേ ഇഷ്ടമുള്ളൊരു നടിയാണ്. അവരുടെ ഇതിനകത്തും അവർ ഭയങ്കര ഹോട്ടാണ്, നല്ല രസമാണ്, ഭയങ്കര ട്രിക്കിയാണ്. അവർ ആ ക്യാരക്ടറിനെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വിനീത് തട്ടിൽ ഡേവിഡ്, നമ്മുടെ കൈപ്പുഴ കുഞ്ഞപ്പൻ, പുള്ളിയുടെ ക്യാരക്ടർ സൂപ്പറാണ്. അവർ മാത്രമല്ല, പിന്നെ രാധിക, പ്രശാന്ത് അലക്സാണ്ടർ, സിദ്ധാർത്ഥ് ഭരതനൊക്കെ നല്ല സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ ക്ലൈമാക്സ്, പാട്ടെ ക്ലൈമാക്സ്. സംവിധായകന് ഭ്രാന്തായതാണോ അത് എനിക്ക് ഭ്രാന്തായതാണോ സംശയം തോന്നിപ്പോയി. സത്യം പറയാലോ, കരഞ്ഞു പോവും. സ്പായിൽ നിന്നും അണ്ടർവേൾഡിലേക്കുള്ള ഒരു കുതിച്ചു ചാട്ടമായിരുന്നു. വയലാരെഴുതോ ഇങ്ങനെയൊക്കെ? കമോൺ, സംടൈംസ് റിയാലിറ്റി സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ കേട്ടിട്ടില്ലേ? നമ്മുടെ കൊച്ചിയിലെ വെടിവയ്പ്പും ഗുണ്ടായുസൊന്നും പുത്തരിയൊന്നുമല്ല. അതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ സിനിമയിൽ ഇത്തിരി പൊലിപ്പിച്ച് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത് അത്ര മോശം ഫിലിമൊന്നുമല്ല. സർട്ടിഫിക്കറ്റ് ഉള്ള നല്ല പടം.